അതാ ലിജു ടോക്സിന്റെ കഥാനായകൻ നരനെ പോലെ, ലാലേട്ടനെ പോലെ. അതാ തലനാരി ഇഴക രക്ഷപ്പെട്ട ഒരു ഒറ്റയാനോ. ലിജു ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് MCY മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് അതിഭദ്രാസന തലത്തിലുള്ള പരിസ്ഥിതി ദിനാഘോഷത്തിനാണ് പോകുന്നത്. നമ്മൾ ആദ്യമേ പുനലൂരാണ് പോകുന്നത്. പുനലൂർ ചെന്നിട്ട് ചെമ്പനരുവി പോകും. ചെമ്പനരുവി പള്ളിയിൽ വെച്ചിട്ടാണ്, ദേവാലയത്തിൽ വെച്ചിട്ടാണ് ആ ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കുടിക്കും. നമ്മുടെ കൂടെ ഒപ്പമുള്ളത് നോവേലുണ്ട്, ഏവലുണ്ട്, ആൽബി ഉണ്ട്, അതുപോലെ തന്നെ ആരോണുണ്ട്. നമ്മുടെ ചെക്കന്മാരാണ്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ കൂടെ കുടിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ കണ്ടുപിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പുനലൂരെത്തി അങ്ങനെ തൂക്കുപാലത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. എവിടെ പോവാ? നമ്മൾ ട്രിപ്പ് പോകുന്നു. യാത്ര പോവുകയാണ്. നമ്മുടെ ലിജു ടോക്സിന്റെ ലിജുവിനോടൊപ്പം നമ്മൾ യാത്ര പോവുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷം അവിടെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ കാനന യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കാട്ടിക്കൂടാണ് നമ്മുടെ യാത്ര. നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട്. ഇത് കാണുന്നുണ്ട്. എവിടെയിട്ട് പോസാനാണ് ഞാൻ പരസ്പരം സഹായിച്ചു. ലിജു ടോക്സ് നാളെ
നമസ്കാരം. നമ്മളിപ്പോ നമ്മുടെ ചെമ്പനരുവി നമ്മുടെ അച്ചൻകോവിലാറല്ലേ, അച്ചൻകോവിലാറിലാണുള്ളത്. അപ്പൊ ഇവിടുത്തെ മെമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ദേവാലയത്തിലെ ട്രസ്റ്റി ഉണ്ട്, മറ്റ് ഭാരവാഹികളുണ്ട്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എന്താണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത? എന്താണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്? മാങ്കയം എന്നാണ്. അച്ചൻകോവിലാറിന്റെ മാങ്കയം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ പ്രദേശത്ത് ധാരാളം വിനോദസഞ്ചാരികൾ വന്ന് എപ്പോഴും ഇവിടെ വന്ന് കാണുകയും ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം. ഇപ്പം ആറ്റ് വെള്ളക്കൂടലായതുകൊണ്ട് കുളിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല. വന്യമൃഗ ശല്യങ്ങൾ ചില സമയങ്ങളിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇവിടെ ആളുകളെ അങ്ങനെ ഇറക്കി അതിലോട്ട് വിടാൻ ഒരു ഇതിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ വന്നേക്കെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അതിപദ്രാസനത്തിന്റെ കീഴിലുള്ള MCIM-ന്റെ ആളുകളാണ്. ഈ നമ്മുടെ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്യാമ്പ് ഇവിടെ നടത്തി. ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ യാത്ര ഇവർക്ക് വളരെ അത്ഭുതകരമായിട്ടും വലിയ സന്തോഷമുള്ള ഒരു യാത്രയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ സന്തോഷമല്ല എല്ലാവർക്കും? അതെ. അപ്പോ നമ്മളോടൊപ്പം മെമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഇടവക അംഗമാണ്, ട്രസ്റ്റിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോ വിലയേറെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ നമ്മളോടൊപ്പം കൂടുക. അതാ ലിജു ടോക്സിന്റെ കഥാനായകൻ, നരനെ പോലെ, ലാലേട്ടനെ പോലെ അതാ തടിക്കഷ്ടവുമായിട്ട് വരുന്നു. തലനാരി എഴുക രക്ഷപ്പെട്ട ഒരു ഒറ്റയാനോ? ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലെ ചെമ്പനരുവിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഒരു പ്ലേസ് ആണ്. എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നുമില്ല, ഒരു ഹൈഡഡ് പ്ലേസ് ആണ്. ഇവിടുത്തേത് മീൻപിടിപ്പാറ എന്ന് അറിയപ്പെടുന്നത്. മീൻപിടിപ്പാറ എനിക്കൊന്ന് വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇവിടുത്തെ ആളുകൾ പറയുന്ന ഒരു സ്ഥലമാണിത്. വൺ ഓഫ് ദ മോസ്റ്റ് ആണ്. ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മളത് കാണാനായിട്ടാണ് ഈ പോകുന്നത്. അടിപൊളിയാണ്. എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നുമില്ല, ഇവിടെ വരുന്നവർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയത്തില്ല, പക്ഷെ നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു ഹൈഡഡ് ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്കത് കാണാം. ഓക്കെ, ജോബിൻ ബ്രോയാണ് നമ്മളോട് പോകുന്നത്. ജോബിൻ ബ്രോയുടെ പുറകെ പോകാം നമുക്ക്. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ഉണ്ടായിരുന്നു അടിപൊളി. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും. അപ്പൊ എല്ലാവരും ചേർന്ന് ചാറ്റ് കൊടുത്തേ.